الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എക്കാലത്തും അതിന്റെ ശത്രുക്കൾക്ക് പ്രയാസങ്ങളും അവമതിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും ഇസ്ലാമിന്റെ ഏതൊരു കാര്യം വന്നാലും അത് വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ കാരണമായി തീരാറുണ്ട്. എന്തിനേറെ മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള ചെറുതും വലുതുമായ വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അത് മുഖേന വലിയ വസ്വാസുകൾ മനസ്സിലുണ്ടാവുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ നിസ്സംഗതയോടുകൂടി ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും: സാധാരണക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഇതിലേതാണ് ശരി? ഏതിന്റെ പിന്നാലെയാണ് നന്മയുള്ളത്? ഏതിന്റെ കൂടെയാണ് സ്വർഗം ലഭിക്കുക എന്ന് ചോദിക്കുന്ന ആളുകളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ ആശയപരമായ കുഴപ്പങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും വിവിധ കക്ഷികളായി മനുഷ്യർ മാറുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ ക്ഷമയോടുകൂടി വർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിന്റെ ഹക്ക് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ക്ഷമയാണ് ഉണ്ടാവേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശയക്കുഴപ്പവും കക്ഷിത്വവും ഒക്കെ ഉണ്ടാകുമെന്ന് ഇസ്ലാം സമ്പൂർത്തീകരിച്ച മതത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഇന്ന അഹ്ലൽ കിതാബ്, വേദക്കാർ ഇഫ്തറഖു അലാ 72 മില്ല, അവർ 72 കക്ഷികളായി തീർന്നു. വ ഇന്ന ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത് ലതഫ്തരിഖു ലതഫറഖു അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് തതഫറഖു അലാ 73 മില്ല, 73 കക്ഷികളായി പിരിയുകയാണ് ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലായിരിക്കും, ഇല്ല വാഹിദ, ഒന്നൊഴികെ, വഹിയ അൽ ജമാഅ, അതിന്റെ പേരാണ്, സ്വർഗാവകാശികളായവരുടെ പേരാണ് അൽ ജമാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്. സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാമ മിനൽ ലൈൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ അദ്ദേഹം, പ്രവാചകൻ നമസ്കാരം ആരംഭിച്ചിരുന്നത് ഇഫ്തതഹ സ്വലാത്തു, പ്രവാചകൻ രാത്രി നമസ്കാരം ആരംഭിച്ചിരുന്നത് ഫാത്തിഹയ്ക്ക് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അല്ലാഹുമ്മ റബ്ബി ജിബ്രായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ഗൈബിന്റെയും ഷഹാദത്തിന്റെയും ദൃശ്യത്തിന്റെയും അദൃശ്യത്തിന്റെയും അല്ലാഹുവേ, ആലിമേ, വ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നിന്റെ ദാസന്മാർക്കിടയിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. ഇഹ്ദിനി ലിമാ ഉഖ്തിലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക, റഹ്മാനേ, നീ വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന് നിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ അനുമതി പ്രകാരം, ഇഹ്ദിനി, എന്നെ നേർമാർഗത്തിലാക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിൽ ആക്കുന്നവനല്ലോ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കക്ഷിത്വത്തെക്കുറിച്ച് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ നേരായ ഹക്ക് കൊണ്ട് എന്നെ വ്യതിചലിക്കാതെ നിലനിർത്തണമേ എന്ന് പ്രവാചകൻ മാതൃക കാണിച്ചു തന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരീക്ഷണമാണ് എന്നും, ഈ പരീക്ഷണങ്ങളിൽ സത്യത്തിന്റെ കൂടെ എന്റെ മനസ്സിനെ, എന്റെ അറിവിനെ, എന്റെ പ്രവർത്തനങ്ങളെ, എന്റെ ഇബാദത്തുകളെ നിലനിർത്താൻ നാഥാ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള മനസ്സറിഞ്ഞ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടുന്ന വലിയൊരു സത്യമുണ്ട്. കാരണം ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർക്ക്, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള പ്രത്യേകമായ സഹായം അള്ളാഹു നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുന്നവരാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയും ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം കക്ഷിത്വവും ഉണ്ടാകുമ്പോൾ, ഇതിൽ ശരിയുടെ നേരെ എന്റെ മനസ്സിനെ നിലനിർത്തണമേ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുഅ്മിനിന്, ഒരു സാധാരണ സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. വിശ്വാസികളെ, രണ്ടാമതായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം,
സത്യം മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള മാനദണ്ഡം എന്താണ്? എങ്ങനെയാണ് ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഏതായിരിക്കും സത്യം? അതിന് അല്ലാഹു പഠിപ്പിച്ച മാനദണ്ഡം, പ്രവാചകൻ പഠിപ്പിച്ച മാനദണ്ഡം എന്താണ് എന്നതാണ്. പലരും പല മാനദണ്ഡങ്ങളുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന്, പലരും സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന്, നമ്മുടെ വാപ്പകാരണവന്മാർ മഹല്ലിൽ നടക്കുന്നത്, കിതാബിൽ എഴുതി വെച്ചത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യായം, അതാണ്, അതിലുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. ഈ മാനദണ്ഡം തെറ്റാണ്. നമ്മുടെ പൂർവികർക്ക് തെറ്റുപറ്റുകയില്ല എന്ന ആ അധമമായ ചിന്ത, കാരണം അത് പിറകോട്ട് പോയാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ച വിശ്വാസമാണ്. അവർ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരായിരുന്നു. പക്ഷേ അവർ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ട, ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതിനെ നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പിന്തുടരുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കൾ ഏതൊന്നിൽ നിലകൊള്ളുന്നതായി നിങ്ങൾ കണ്ടുവോ അതിലാണ് ഞങ്ങൾ ഉണ്ടാവുക. ഞങ്ങളുടെ വാപ്പകാരണവന്മാരുടെ വിശ്വാസത്തിലും ആചാരത്തിലുമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ചോദ്യം, അവലൗ കാന ശൈത്വാനു യദ്ഉഹും ഇലാ അദാബി സഈർ, അവരെ പിശാചുക്കൾ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ അതവർ പിന്തുടരുമോ എന്നാണ്. മാർഗം തെറ്റിപ്പോയെങ്കിലും അവരെ തന്നെ പിന്തുടരൂ എന്ന് പറയുന്നവർ നരകത്തിലേക്കാണ് പിശാച് കൊണ്ടുപോകുന്നത്. ആ പിശാചിനെ അവർ പിന്തുടരുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രമാണങ്ങളിൽ ഉള്ളതാണ് ശരിയായി പിൻപറ്റേണ്ടത്. ഇന്ന് ഈ നാട്ടിൽ ഈ രൂപത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ യഥാർത്ഥ രീതിയിലല്ലാത്ത ചിന്തകളും കൊണ്ടുവന്നത് ഇക്കാലത്ത് അഹ്ലുസുന്നയുടെ പേരിലുള്ള കള്ളവാദികളാണ്, ഗ്രാൻഡ് മുഫ്തിമാരാണ് എന്ന് നമ്മൾ അറിയണം. എന്താണ് ശരിയായ മാനദണ്ഡം? കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ശരിയായ മാനദണ്ഡം എന്താണ്? അത് ഖുർആനും സുന്നത്തുമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടേച്ചു പോകുന്നു. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത നബിയിഹി, അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുമാണ്. അത് രണ്ടും മുറുകെ പിടിക്കുന്നവർ ലം തദല്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടിനെയും മുറുകെ പിടിക്കുന്നവർ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമാണമാണ് ഒരു സത്യം ഒരു അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന മാതൃക. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, എല്ലാ കക്ഷികളും ഞങ്ങളുടെ പ്രമാണം ഖുർആനാണ്, ഹദീസാണ് എന്ന് തന്നെയാണല്ലോ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അതുകൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കുക? അവിടെയാണ് ഖുർആനും സുന്നത്തും മതി എന്ന് പറയുന്നവർ മുൻഗാമികൾ സ്വീകരിച്ച നബിയുടെ സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ഉൾക്കൊണ്ടത് എന്നത് മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അവർ സ്വീകരിക്കുന്ന മാനദണ്ഡം തങ്ങളുടെ ബുദ്ധി, തങ്ങളുടെ ചുറ്റുപാട്, ഇതിൽ എങ്ങനെയാണോ ഉള്ളത് അതനുസരിച്ച് തങ്ങളുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും ശരിയാക്കാൻ വേണ്ടി ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെയും സാഹചര്യമനുസരിച്ച് ഹദീസിനെയും ഒക്കെ നോക്കിക്കാണുന്നവരാണ് അവർ. വിശ്വാസികളെ, ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വഴി തെറ്റിപ്പോവുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ യഥാവിധി സ്വീകരിക്കാത്തവർ അത് മുഖേന വഴിപിഴച്ചു പോകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന് കൊണ്ട് വഴിപിഴച്ചു പോകും, അല്ലെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് വഴിപിഴച്ചു പോകും എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ബഖറയിലെ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു ഉപമകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, യുദല്ലു ബിഹി കസീറ,
അത് മുഖേന ധാരാളം ആളുകൾ വഴിപിഴച്ചു പോകും. അള്ളാഹുവിന്റെ ഈ ഉപമകൾ കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് ധാരാളം പേർ നേർമാർഗത്തിലാവുകയും ചെയ്യും. ആരാണ് വഴിപിഴച്ചു പോവുക? അധർമ്മകാരികൾ, തിന്മ ചെയ്യുന്നവർ, സ്വാർത്ഥമോഹികൾ, സ്വാർത്ഥത ലക്ഷ്യം വെക്കുന്നവർ, അത് മുഖേന വഴിപിഴപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നേർമാർഗം ആഗ്രഹിക്കുന്നവർ പ്രമാണങ്ങൾ കൊണ്ട് ഹിദായത്തിലാവുകയും ചെയ്യുമെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ പ്രമാണമുണ്ട് എന്ന് പ്രവാചകനും സഹാബത്തിനും മനസ്സിലാകാത്ത ഒരു കാര്യം ഈ കേരളക്കരയിൽ വിശദീകരിച്ചത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ടാണ്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? നിനക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരെ, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള നമ്മുടെ ദൂതന്മാരോട് പ്രവാചകരെ താങ്കൾ ചോദിച്ചു നോക്കുക. എന്താണ് ചോദ്യം? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ, പരമകാരുണ്യത്തിന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് പ്രവാചകരെ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കുക എന്ന ആയത്തിൽ നിന്ന് ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് പ്രവാചകന്മാരോട് ചോദിക്കാമെന്നും മരണപ്പെട്ടു പോയവരോട് പ്രാർത്ഥിക്കാമെന്നും ആയത്തോതിക്കൊണ്ടാണ് ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ദലാലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയത്. പ്രവാചകൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകൻ യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ ഇസ്മായിൽ എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ എന്നല്ലാത്ത, റബ്ബന എന്നല്ലാത്ത ഒരു പ്രാർത്ഥന റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല. ഈ ആയത്തെങ്ങാനും തെളിവായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹാബത്തിനെ നമുക്ക് കാണുവാൻ പറ്റുന്നു. അതുകൊണ്ട് ആയത്തോതി ദലാലത്തിലാകുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലുണ്ടായത്. നോക്കൂ നിങ്ങൾ, ബിദ്അത്ത് വന്നത് എങ്ങനെ? ആയത്തോതിക്കൊണ്ടാണ്. ആയത്തോതിക്കൊണ്ടാണ്. ഖുൽ ബിഫളലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന സൂറത്ത് യൂനുസിലെ 58ാമത്തെ ആയത്താണ് നബിദിനം കഴിക്കാൻ ഈ സമൂഹത്തെ ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആയത്തിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. വബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അതാണ്. ഇത് പ്രവാചകന്റെ ജന്മദിനത്തിന് തെളിവാണ് എന്നാണ് ഈ പൗരോഹിത്യം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നു, സഹാബത്ത് ജീവിച്ചിരുന്നു, അവരുടെയൊക്കെ മരണം സംഭവിച്ചു. പ്രവാചകന് ശേഷം ജീവിച്ച സഹാബത്തുണ്ട്, പ്രവാചകന് ശേഷം ജീവിച്ച ഭാര്യയുണ്ട്, ആയിഷ ബീവിയുണ്ട്. ആരെങ്കിലും ഈ ആയത്തോതി പ്രവാചകന്റെ നബിദിനമാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഘോഷിച്ചിട്ടുണ്ടോ? എന്താ? ഖുൽ ബിഫളലില്ലാഹ്. മുഫസ്സിറുകൾ പറഞ്ഞു അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. ആ ഇസ്ലാം കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. വബിറഹ്മതിഹി, ആ റഹ്മത്ത് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ, അതാണെന്ന് പഠിപ്പിക്കപ്പെട്ട ആ ഉത്തമമായ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ സമൂഹം വഴികേടിലേക്ക് പോയത്. മറ്റൊരു വിഭാഗമുണ്ട്, വോട്ട് ഹറാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരും ആയത്ത് തന്നെയാണ് പ്രമാണമാക്കിയത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലോകത്തെമ്പാടും ആദിയാനികളുണ്ട്, അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഓതിയത്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കണം എന്ന് പറഞ്ഞ സൂറത്ത് ബഖറയിലെ 4ാമത്തെ ആയത്തിന് അവർ പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന പ്രവാചകൻ മിർസ ഗുലാമിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞ് പുതിയ മതമുണ്ടാക്കി. നമസ്കാരം 3 ഉള്ളെന്ന് ഓതിയവർ, ചേകന്നൂർ വിഭാഗം, അവർ ഓതിയത് സർവമത സത്യവാദത്തിലേക്ക് എത്തുന്നതിടത്തേക്ക് അവരെ എത്തിച്ചത് ഖുർആനിൽ നമസ്കാരം 3 ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്തുള്ള വർഗീയവാദികളും തീവ്രവാദികളും ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കടന്നുപോയിട്ടുള്ളത്. വിശ്വാസികളെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ യഥാവിധി മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് വഴിപ്പിഴവ് സംഭവിക്കുക. അപ്പൊ എങ്ങനെ ശരിയായ പ്രമാണം മനസ്സിലാകും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഖീല ലഹു മൽ വാഹിദ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കക്ഷി ആരാണ് റസൂലേ?
അതിന് മറുപടിയായി റസൂലുള്ളാഹി പറഞ്ഞു, മാ അന അലൈഹി അൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന്, അൽ യൗം ഇന്ന് എന്നാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണോ അള്ളാഹുവിന്റെ ഖുർആനിനെ മനസ്സിലാക്കിയത്, പ്രവാചകന്റെ ഹദീസുകൾ എങ്ങനെയാണോ ജീവിതത്തിൽ പാലിച്ചത്, അങ്ങനെ ജീവിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന ഏക കക്ഷി എന്ന് റഹ്മാനായ റബ്ബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാന പ്രമാണം ഖുർആനും ഹദീസുമാണ്. അതിനെ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കാലത്ത് എങ്ങനെ ഇത് ജീവിതത്തിൽ പകർത്തുന്ന 24 വർഷം കൊണ്ട് പ്രവാചകൻ ഒരു സമൂഹത്തെ എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചത്, അവർ എന്ത് വിശ്വാസം കൊണ്ട് നടന്നു, ഏത് ആരാധനകൾ കൊണ്ട് നടന്നു, ഏതൊക്കെ കർമ്മങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള വഴിയായി സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ ഒരു മാറ്റവും വരുത്താത്ത വിധം പ്രമാണങ്ങൾ ഏറ്റവും സുന്ദരമായി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഏകമാർഗം. അതിനെ തെറ്റിക്കുന്ന ഏതൊക്കെ ചർച്ചകളുണ്ടോ, ഏതൊക്കെ വ്യതിയാന കക്ഷികളുണ്ടോ, അവർക്ക് മുമ്പിൽ ഖുർആനും സുന്നത്തും വെച്ച് സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ച് നബിയും സഹാബത്തും ജീവിച്ച ആ 23 വർഷക്കാലത്തെ അനുധാവനം ചെയ്യാൻ നാം തീരുമാനിച്ചാൽ നമ്മളെ ആളുകൾ അറിയാതെ വിളിച്ചു പോകും, അവൻ സലഫിയാണ്, അവൻ മുജാഹിദാണ് എന്ന്. കാരണം സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി തീരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്ത്, അത് യഥാവിധി മനസ്സിലാക്കുമ്പോൾ അവനെ അള്ളാഹു വിളിക്കുന്ന യഥാർത്ഥമായ പേരാണ് മുഅ്മിൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളും ഇത്തിബാഉം വിശദീകരിക്കുന്ന ആയത്ത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, ആദ്യമായി മുന്നോട്ട് വന്നവർ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാൻ മക്കയിൽ ഏതാനും ആളുകളായി ജീവിക്കുകയും അവർ ഹിജ്റ പോവുകയും അങ്ങനെ മദീനയിൽ അവരെ സ്വീകരിച്ച് അവിടെ ഉള്ള ആളുകൾ അൻസാറുകളായി തീരുകയും ചെയ്ത് സ്നേഹത്തോടു കൂടി വളർന്ന ഒരു ഇസ്ലാമിക ഉമ്മത്തുണ്ട്. അതാണ് ആദ്യമായി മുന്നോട്ട് വന്നവർ. അവരുടെ മാതൃകയാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ സുകൃതം കൊണ്ട് അവരെ പിന്തുടർന്നവരും. അതെ, പുണ്യം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ പ്രവാചകനെയും സഹാബത്തിനെയും പിന്തുടരാൻ നമുക്ക് സാധിക്കണം. അവർ വിശ്വസിച്ചതിന് അപ്പുറത്തേക്ക് വിശ്വസിക്കേണ്ടുന്ന, അവർ ആചരിച്ചതിന് അപ്പുറത്തേക്ക് ആചരിക്കേണ്ടുന്ന, അവർ അനുഷ്ഠിച്ചതിന് അതിനപ്പുറത്തേക്ക് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു ഗതികേട് യഥാർത്ഥ മുഅ്മിനിനില്ല. അവർ വിശ്വസിച്ചതിനെ കൊച്ചാക്കി കാണേണ്ടതിനോ ആ പ്രവാചകനിൽ നിന്ന് വന്ന സഹീഹായ ഒരു ഹദീസ് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല പൂർവികർ ചെയ്തതെന്ന് പറഞ്ഞ് തള്ളേണ്ടുന്നതോ ഒരു ഗതികേട് യഥാർത്ഥ മുഅ്മിനിനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, മുൻഗാമികളായ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന മുന്നോട്ട് വന്ന മുഹാജിറുകളെയും അൻസാറുകളെയും അവരെ പിൻപറ്റി സുകൃതം ചെയ്തുകൊണ്ട് സൽക്കർമ്മം ചെയ്തുകൊണ്ട് പിന്തുടരുകയും ചെയ്തവർ. എന്താണ് അവർക്കുള്ള ഗുണം? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു.
നബി ജീവിച്ചതുപോലെ സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിച്ചാലേ അള്ളാന്റെ തൃപ്തി കിട്ടുള്ളൂ. അല്ലാതെ ഇത് കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല, ഇതൊരു വാശിയുടെ വർത്തമാനമല്ല. വിശ്വാസികളെ, പലപ്പോഴും ഈ സൊസൈറ്റി, ഈ സമൂഹം നമ്മെ നേർവഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണ് ശ്രമിക്കുക. പിശാച് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന വഴി എന്റെ പ്രവാചകന്റെ വഴിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്താ പ്രതിഫലം എന്നറിയോ? ഈ ദുനിയാവ് കുറച്ചേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഒന്ന് പഠിക്കണ്ടേ നമ്മളെ? ഏതാ ശരി? അള്ളാഹു അവർക്കൊരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം. ഖാലിദീന ഫീഹാ അബദ, അവർ എന്നെന്നും അതിൽ ശാശ്വതരായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും ഉത്തമമായ വിജയം എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ വിജയിക്കാനും തോൽക്കാനുമൊന്നും സമയമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മുൻഗാമികളുടെ മാർഗം സ്വീകരിച്ച് സഹാബത്തിന് അനുധാവനം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കർമ്മങ്ങളും വിലയിരുത്തി പരിശോധിക്കുവാൻ പറ്റും. എങ്ങനെയാണ് എന്റെ നമസ്കാരം? പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരമാണ്. എങ്ങനെയാണ് എന്റെ സക്കാത്ത്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയാണോ? എങ്ങനെയാണ് എന്റെ ഹജ്ജ്? എങ്ങനെയാണ് എന്റെ കുടുംബജീവിതം? എങ്ങനെയാണ് എന്റെ സമ്പാദ്യം? എങ്ങനെയാണ് എന്റെ കച്ചവടം? ഏതിലേക്ക് നോക്കിയാലും വെളിച്ചം വീശുന്ന പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം നമുക്ക് കാണുവാൻ പറ്റും. അതിലേക്കൊരു തിരിച്ചു നടത്തമുണ്ട്. അതാണ് സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗം. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗം. അവിടെയാണ് സ്വർഗത്തിന്റെ വഴിയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പഠിക്കാനും ഉൾക്കൊള്ളുവാനും തിരുത്തുവാനും മുന്നോട്ട് ഗമിക്കുവാനുള്ള ആർജവം നേടുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പലരും നമ്മിൽ നിന്ന് എത്ര പെട്ടെന്നാണ് വിട്ടുപിരിഞ്ഞു പോകുന്നത്. നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന പള്ളിക്കുന്നിലെ ഹംസ സാഹിബും കഴിഞ്ഞ ആഴ്ചയിൽ നെല്ലിപ്പുഴയിലെ മറ്റത്തൂർ മൊയ്തു സാഹിബും ഒക്കെ നമ്മൾ വിട്ടുപോയി. നമ്മളും വിട്ടുപോകാൻ കാത്തിരിക്കുന്നവരാണ്. ഈ തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനും അങ്ങനെ തന്നെ മരണപ്പെടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ ആ സഹോദരങ്ങളുടെ ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും ഒക്കെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിദായത്തിന്റെ ഒരു മാർഗത്തിൽ ജീവിക്കാനും ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് അല്ലാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം ലഭിച്ച് സ്വർഗത്തിലെ പട്ടുറുമാലിൽ റൂഹിനെ യാത്രയാക്കപ്പെടുന്ന ഉന്നതരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു യാത്രയായി നമ്മുടെയൊക്കെ മരണയാത്ര അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.